അപ്പോൾ ഒരു ടീച്ചറിന് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളത്. പോയിന്റ് എന്താണെന്ന് ചോദിച്ചിരുന്നാൽ ബി പേഷ്യൻറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതാണ്. നമ്മളുടെ ഒരു മെൻറ്റാലിറ്റി ആയിരിക്കില്ല കുഞ്ഞുങ്ങൾക്കെന്ന് പറയുന്നത്. നമ്മൾ തലയെന്ന് പറയുമ്പോൾ അവർ വാലെന്ന് പറയും, വാലെന്ന് പറയുമ്പോൾ അവർ തലയെന്ന് പറയും. നാം അത് എന്തുവെന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല എന്ന് ചോദിക്കും. നമ്മൾ BEdന് പഠിച്ച തിയറി ഒന്നുമല്ല, നമ്മൾ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഒരു വികൃതി കാണിച്ചു കഴിഞ്ഞാൽ ഉള്ള വഴക്കെല്ലാം പറഞ്ഞ് അടിച്ച് തെറിപ്പിച്ചിരുത്തുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അത് പോസിബിൾ അല്ല. ഈയാണ് എല്ലാം വലിയ കുരങ്ങന്മാരെ കൂട്ടാണ് കേട്ടോ. അവിടെ ചാടി നടക്കും, ഇവിടെ ചാടി നടക്കും, ബെഞ്ചിന്റെ മണ്ടയിൽ കയറി നിൽക്കും, ചിലപ്പോൾ ട്യൂബിന്റെ മേളിൽ ഫാൻ കത്തി എറിയും. ഈ ഒരു ടീച്ചിങ് ഫീൽഡിൽ നിന്നതുകൊണ്ട് ഈ സമൂഹത്തിന് എന്തെങ്കിലും ഒരു മാറ്റം വരണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു പോയിന്റാണിത്. ഈ മറ്റുള്ളവരിങ്ങനെ മുടങ്ങി എന്നൊക്കെ വിളിച്ചായിരിക്കാം അവർക്കൊരു പക്ഷേ അവർക്ക് ഒരു ഉൾവലിവ് ഉണ്ടാവുന്നത്. അപ്പോൾ ഐഡന്റിഫൈ ചെയ്യുന്നത് രണ്ടുപേരുടെയും സെയിം സബ്ജക്റ്റുമാണ്. അപ്പോൾ ഐഡന്റിഫൈ ചെയ്യുന്നത് മറ്റേ വെളുത്ത ടീച്ചർ, മറ്റേ കറുത്ത ടീച്ചർ, അല്ലെങ്കിൽ അതിപ്പോൾ അത് കുട്ടികളിലാണെങ്കിലും എടുക്കും. എനിക്ക് പറയാനുള്ളത് ടേക്ക് കെയർ ഓഫ് യുവർസെൽഫ്. റോൾസ് ആണല്ലേ നമ്മുടെ ലൈഫിലൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നത്. നമ്മൾ മകളായിട്ടും ടീച്ചറായിട്ടും വൈഫായിട്ടും അമ്മയായിട്ടും ഒക്കെ ഡിഫറെൻറ്റ് റോൾസ് ആണല്ലോ ഓരോ ലേഡീസും ഇതാണ് കേട്ടോ. നമുക്കൊരു പ്രയോറിറ്റി കൊടുക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഐ ലവ് മൈസെൽഫ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേർണി വിത്ത് റെനായ. സോ ഐ ഹോപ്പ് എവ്രി വൺ ഇസ് ഫൈൻ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടും സന്തോഷമായിട്ടും തന്നെ ഇരിക്കുകയാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ ഈ ഒരു സ്റ്റൈല് മാറ്റണം എന്നുള്ള കാര്യം. പക്ഷേ എനിക്ക് എപ്പോഴും എങ്ങനെയാണ് നേരെ തന്നെ കോണ്ടന്റിലേക്ക് പോവുക, എന്തെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി അങ്ങനെ ഒന്ന് ചോദിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളൊരു സുഖവിവരം അന്വേഷിച്ചിട്ട് വേണമല്ലോ, ഒരു ഗുഡ് റാപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടല്ലേ നമ്മൾ കോണ്ടന്റിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ബോറായിട്ട് തോന്നുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ആക്ച്വലി മനസ്സറിഞ്ഞ് തന്നെ ചോദിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഈ ഔട്ട്സൈഡൊക്കെ ഒത്തിരി വോയിസ് ഉണ്ട്. അപ്പോൾ എനിക്കത് അറിയാം, ഡിസ്റ്റർബൻസ് ആവുമല്ലോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ മാക്സിമം ക്ലോസ് ചെയ്തിട്ടൊക്കെയാണ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഞാൻ ഇൻ അഡ്വാൻസ് ഞാൻ ആദ്യമേ തന്നെ അതിന് ക്ഷമ ചോദിക്കുകയാണ്. കാരണം അവരോട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, നിങ്ങൾ പണി ചെയ്യേണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് വോയിസ് ഉണ്ട്, ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പോൾ അത് കുറച്ചൊന്ന് ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് ടിപ്സ് ഫോർ ന്യൂ ടീച്ചേഴ്സ് ആണ്. ഇഫ് യു ആർ എ ടീച്ചർ ബൈ പ്രൊഫഷൻ ദെൻ യു ഷുഡ് നോ ദിസ്. ഓക്കെ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിനും അതേപോലെ പ്രൊഫഷണൽ ഗ്രോത്തിനും ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഹെൽപ്പ് യു. അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളതും ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളതും എൻ്റെ ഒരു 10 years ഓഫ് എക്സ്പീരിയൻസ് ആണ് എനിക്കൊരു ടീച്ചിങ്ങിൽ ഈ ഒരു ഫീൽഡിൽ എനിക്കുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടും ഞാൻ പഠിച്ച കാര്യങ്ങളും എനിക്ക് മനസ്സിലായ കാര്യങ്ങളും ഒക്കെയാണ് ഒരു പേഴ്സണൽ ഗ്രോത്തും പ്രൊഫഷണൽ ഗ്രോത്തുമായിട്ട് ഇന്നിവിടെ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും, എസ്പെഷ്യലി ഫോർ ദ ന്യൂ ടീച്ചേഴ്സ്. അവർക്കത് യൂസ്ഫുൾ ആവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളും എൻ്റെ എക്സ്പീരിയൻസിനും ഞാൻ പറയുന്നു. അതിൽ നിങ്ങൾക്ക് എന്ത് ടേക്ക് അവേ ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ ടേക്ക് അവേ ചെയ്യുക. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ്, നമ്മളൊരു ടീച്ചറാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടീച്ചറാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ഓൾസോ വാച്ച് ദിസ് വീഡിയോ. ഇനി നിങ്ങളൊരു ടീച്ചറെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ ആൾക്കാരാണെങ്കിലും ഡെഫിനറ്റ്ലി യു ക്യാൻ വാച്ച് ദിസ് വീഡിയോ. അപ്പോൾ ടീച്ചേഴ്സായിട്ട് ഓൾറെഡി പ്രാക്ടീസ് ചെയ്ത ആൾക്കാർക്ക് പറഞ്ഞതിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഇൻഫോം മീ ദാറ്റ് ടു. ഓക്കെ, അപ്പോൾ ഒരു ടീച്ചറാണെന്നുണ്ടെങ്കിൽ ബേസിക്കായിട്ട് ഏറ്റവും ബേസ് എലമെൻ്റ് ആയിട്ട് നമുക്ക് വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഓക്കെ, അപ്പോൾ ടീച്ചേഴ്സ് ആർ ദ വൺ ഹു ഇസ് ഹാൻഡ്ലിങ് വിത്ത് ദ ഫ്യൂച്ചർ ഓഫ് ദ ചിൽഡ്രൻ എന്നാണ്. ഇപ്പോൾ ഡോക്ടേഴ്സ് പേഷ്യൻസിനെയാണ്, എൻജിനീയേഴ്സ് ബിൽഡിംഗ് ആവാം, ഇലക്ട്രോണിക് ഐറ്റംസ് ആവാം എന്നൊക്കെ പറയുന്നത് പോലെ വാട്ട് ടീച്ചേഴ്സ് ആർ ഹാൻഡ്ലിങ് എന്ന് ചോദിച്ചിരുന്നാൽ ടീച്ചേഴ്സ് ആർ ഹാൻഡ്ലിങ് വിത്ത് ദ ഫ്യൂച്ചർ ഓഫ് ദ ചിൽഡ്രൻ ആണ്. ഓക്കെ, വി ആർ ദ വൺ ഹു ഇസ് ഹാൻഡ്ലിങ് ദ അപ്കമിങ് ഫ്യൂച്ചർ അല്ലേ. അപ്പോൾ പോയിന്റിൽ എന്തെങ്കിലും സംശയമുണ്ടോ? എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. വി ആർ പ്ലേയിങ് വിത്ത് ദ ഫ്യൂച്ചർ ഓഫ് ദ ചിൽഡ്രൻ അല്ലേ. അപ്പോൾ അത് ബ്യൂട്ടിഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ ഒരു ടീച്ചറിന് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് ഗുഡ്
കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളത്. വെറും ഒരു ഡെവലപ്മെൻറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. വെറും ഒരു സാധാ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പോരാ, നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കണം. ഓക്കെ, അത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ കുട്ടികളോട്, ടീച്ചേഴ്സിനെയാണ് കുട്ടികൾ പെട്ടെന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത്. ഓക്കെ, കാരണം അവർ നേരിട്ട് കാണുന്ന ഒരു എക്സ്റ്റേണൽ വ്യക്തിയാണ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടീച്ചേഴ്സിന് തീർച്ചയായിട്ടും കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മളോട് തന്നെ ഡെവലപ്പ് ചെയ്ത് അത് കുട്ടികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, വിത്ത് പോസിറ്റീവ് തോട്ട്സ് അല്ലേ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, ഒരു ടീച്ചറിന് ബേസിക്കായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് മാത്രമല്ല, അത് അങ്ങനെയാണ്. നമുക്കൊരു നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കണം. ഓക്കെ, നമുക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ തീർച്ചയായിട്ടും നമ്മൾ പറയുന്നത് ലെസൺ ചെയ്യും കേട്ടോ. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് ആക്ച്വലി ഒരു ക്ലാസ്സിനെ എൻ്റർടൈൻ ചെയ്യുന്നതും ഒരു ക്ലാസ് റൂമിലുള്ള കുട്ടികൾ ആ ക്ലാസ് ഇൻട്രസ്റ്റോടു കൂടി വെയിറ്റ് ചെയ്തിരിക്കുന്നതും ഒരു ടീച്ചറിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലാണ്. ഓക്കെ, സോ ഡെവലപ്പ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അപ്പോൾ ഇനി നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടതും അതേപോലെ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരേണ്ടതുമായിട്ടുള്ള മറ്റൊരു പോയിൻ്റാണ് മെയിൻറ്റെയിൻ എ പോസിറ്റീവ് ഔട്ട്ലുക്ക് ടുവേർഡ്സ് യുവർ പ്രൊഫഷൻ. ഓക്കെ, കാരണം നമ്മൾ ഒരു ടീച്ചിങ് പ്രൊഫഷനാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അതത്ര നിസ്സാരപ്പെട്ട കാര്യവും അല്ല. ഓക്കെ, കാരണം നമ്മൾ ഒരു കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻസ്ട്രക്ടേഴ്സാണ് അല്ലേ. നമ്മുടെ ഇൻസ്ട്രക്ഷൻ ഒന്ന് പാളിക്കഴിഞ്ഞിരുന്നാൽ എല്ലാം തീർന്നു. അപ്പോൾ നമുക്ക് വി ഹാവ് ടു മെയിൻറ്റെയിൻ എ പോസിറ്റീവ് ഔട്ട്ലുക്ക് ടുവേർഡ്സ് അവർ പ്രൊഫഷൻ. നമുക്ക് നമ്മുടെ പ്രൊഫഷനോടൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ഉണ്ടെങ്കിലേ നമ്മുടെ കുട്ടികളോടും നമുക്ക് ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതിപ്പോൾ ടീച്ചേഴ്സ് എന്ന് മാത്രമല്ല, ഏത് പ്രൊഫഷനിലുള്ള ആൾക്കാരാണെങ്കിലും അതിന് ഒരു സക്സസ് വരിക എന്ന് പറയുന്നത് നമുക്ക് അതിനോടുള്ള ഒരു അപ്രോച്ച് അനുസരിച്ചിരിക്കും. നെഗറ്റീവായിട്ടുള്ള അപ്രോച്ച് ആണെങ്കിൽ എല്ലാം താഴേക്ക് പോവും. പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് ലൈഫിൽ വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഒരു ടിപ്പ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നാൽ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ്. നമുക്കതില്ല എന്നുണ്ടെങ്കിൽ വളരെ പെട്ടുപോവുകയും ചെയ്യും, പക്ഷേ ഗ്രാജുവലി നമ്മളിൽ അത് ഉണ്ടായി വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് എന്താണെന്ന് ചോദിച്ചിരുന്നാൽ, ബി പേഷ്യൻറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതാണ്. ഓക്കെ, ഒരു പേഷ്യൻസ് എന്ന് പറയുന്ന സംഗതി എല്ലാ ഫീൽഡിലും ആവശ്യമാണ്, പ്രത്യേകിച്ച് ടീച്ചിങ് ഫീൽഡിൽ വളരെ അത്യാവശ്യമാണ്. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് കുട്ടികളുമായിട്ടാണ്. നമ്മളുടെ ഒരു മെൻറ്റാലിറ്റി ആയിരിക്കില്ല കുഞ്ഞുങ്ങൾക്കെന്ന് പറയുന്നത്. നമ്മൾ തലയെന്ന് പറയുമ്പോൾ അവർ വാലെന്ന് പറയും, വാലെന്ന് പറയുമ്പോൾ അവർ തലയെന്ന് പറയും. അങ്ങനെയാണ് അത്. നമ്മളതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലായിക്കോളും. നമ്മളിപ്പോൾ ഒരു കാര്യം അങ്ങോട്ട് പറയുന്നത് അതേപോലെ അവർ മനസ്സിലാക്കിയെടുക്കണം എന്നില്ല. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവിടെ നിന്ന് ഒരു കുട്ടി ചോദിക്കും, മാം അത് എന്തുവായിരുന്നു പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല എന്ന് ചോദിക്കും. പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളൊക്കെ കേട്ടോ. വലിയ കുട്ടികളൊക്കെ ആകുമ്പോൾ പിന്നെയും വലിയ പ്രശ്നമില്ല, ഒരു 9th 10th ഒക്കെ ആകുമ്പോൾ പ്രോബ്ലം ഇല്ല. പക്ഷേ ഈ കുഞ്ഞു കുട്ടികളെ ഹാൻഡിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ പേഷ്യൻസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ BEdന് പഠിച്ച തിയറി ഒന്നും അല്ല, നമ്മൾ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ BEdന് പഠിച്ച തിയറിയൊക്കെ ഒരു തിയറിയായിട്ട് അവിടെ മാറും. റിയാലിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ വേറൊരാളായിട്ട് മാറും. അപ്പോൾ ഒരു പേഷ്യൻസ് എന്ന് പറയുന്ന സംഗതി വളരെ അത്യാവശ്യമാണ്. കാരണം ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 30 നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണെന്ന് വിചാരിക്കുക. ഈ 30 നമ്പർ ഓഫ് സ്റ്റുഡൻസും ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്, ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. കുട്ടികളെ അവരെ വേദനിപ്പിച്ചുകൊണ്ടായിരിക്കരുത് നമ്മൾ ഓരോ കാര്യങ്ങളും അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഓക്കെ, അതിനുള്ള ഒരു പേഷ്യൻസും നമുക്ക് ഉണ്ടായിരിക്കുക. ഓക്കെ, അത് നമ്മൾ തന്നെ ഇൻബിൽറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട കാര്യമാണ്. ഒരു കുട്ടിയെ അവൻ എന്തെങ്കിലും ഒരു വികൃതി കാണിച്ചു കഴിഞ്ഞിരുന്നാൽ ഉള്ള വഴക്കെല്ലാം പറഞ്ഞ് അടിച്ച് തെറിപ്പിച്ചിരുത്തുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അത് പോസിബിൾ അല്ല. പണ്ടെന്ന് പറഞ്ഞിരുന്നാൽ ചോറിലെടുത്ത് 2 അടി കൊടുക്കുക, ഒതുക്കിയിരുത്തുക, അങ്ങനെയായിരുന്നു പണ്ടത്തെ ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ. ഇന്ന് അങ്ങനെ അല്ല. നമ്മൾ അവനോട് കാര്യമായിട്ട് സംസാരിക്കുക. നീ ചെയ്തത് അത് ശരിയല്ല, അത് എന്തുകൊണ്ടത് ശരിയല്ല എന്നൊക്കെ ഉള്ള കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കുക. അതിനൊക്കെ ഒരു പേഷ്യൻസ് ആവശ്യമാണ്. ഇപ്പം പല പേരൻസും നമ്മളോട് വിളിച്ച് ചോദിക്കാറുണ്ട്, യോ മാഡം എന്നാ സ്കൂൾ തുറക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. കാരണം ഒരു കുട്ടിയൊക്കെ തന്നെ അവർക്ക് വീട്ടിൽ നിർത്തി അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ 30 കുട്ടികളെ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല, പ്രത്യേകിച്ച് കുട്ടികളാണ്. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നതും ചാലഞ്ചും അത് തന്നെയാണ്. ഇപ്പം നമ്മളോടൊപ്പം പ്രായമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഷൗട്ട് ചെയ്യാം, അല്ലെങ്കിൽ പറയേണ്ടി വന്ന കാര്യം പറയാം.
പെട്ടെന്ന് പിക്ക് ചെയ്യും. പക്ഷെ കുട്ടികൾ ഒരിക്കലും അങ്ങനെയല്ല. അവരൊരിക്കലും അങ്ങനെയല്ല. അവർക്ക് അവരുടെ ഒരു ഈ വികൃതിയാണ്. എല്ലാം വലിയ കുരങ്ങന്മാരെ കൂട്ടാണ് കേട്ടോ. അവിടെ ചാടി നടക്കും, ഇവിടെ ചാടി നടക്കും, ബെഞ്ചിൻ്റെ മണ്ടയിൽ കയറി നിൽക്കും, ചിലപ്പോൾ ട്യൂബിൻ്റെ മേളിൽ ഹാൻഡ് കർച്ചീഫ് എറിയും. ഇതൊക്കെ നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. ചിലപ്പം പെൻ ഫൈറ്റ് കളിക്കും, പിന്നെ പാസിംഗ് പേപ്പർ കളിക്കും. ഇതൊക്കെ അണ്ടർസ്റ്റുഡ് ആണ്. ചിലപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആയിരിക്കും ഇതൊക്കെ കാണിക്കുന്നത്, അവിടെ ഇരുന്നുകൊണ്ട് കാണിക്കുന്നത്. അപ്പം നമ്മൾ ടെമ്പർ തെറ്റിപ്പോയിട്ട് ഷൗട്ട് ചെയ്തിട്ടോ കുട്ടിയെ അടിക്കാൻ ചെന്നിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ, ഇന്നത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നമ്മൾ കെയർഫുള്ളായിരിക്കണം. കുട്ടികളെ ആവശ്യമില്ലാതെ വഴക്ക് പറയാനോ ആവശ്യമില്ലാതെ അവനെ തല്ലാനോ, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കും പോകരുത്. ചില സമയത്ത് നമുക്ക് എനിക്കറിയാം, ചില സമയത്ത് നമ്മളും വളരെ എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ അല്ലല്ലോ. ചില ദിവസം നമ്മളും ഡൗൺ ആയിരിക്കും. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അതൊന്നും അറിയില്ല. നമ്മൾ ചിലപ്പോൾ ഒരു ഇച്ചിരി നേരം ഫ്രീ ആയിട്ടൊന്ന് ഇരിക്കാം എന്ന് വിചാരിച്ച് വന്ന് ഇരിക്കുമ്പോഴായിരിക്കും നമുക്ക് ചുറ്റും വന്ന് മാം അത് ഇന്നത്തെ ദിവസം അങ്ങനെയായിരുന്നു, മാം ഇത് ഇന്നത്തെ ദിവസം ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വന്ന് നമുക്ക് ചുറ്റും വന്ന് നിൽക്കും. നമുക്ക് കഴിക്കാൻ പോലും ഒരു സ്പേസ് തരണം എന്നില്ല. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ആദ്യം ചിലപ്പോൾ നമ്മുടെ പേഷ്യൻസൊക്കെ പോവും. ഇത് എന്തൊരു കഷ്ടമാണെന്നൊക്കെ നമുക്ക് ആദ്യം ചിലപ്പോൾ തോന്നും. പക്ഷേ നമ്മളത് രസമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു രസം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ പേഷ്യൻസൊക്കെ നമ്മൾ എടുക്കുക. അവർക്ക് പറയാനുള്ള കാര്യം എന്താണെന്നുള്ള കാര്യം കേൾക്കുക, എന്താണ് അവരുടെ പ്രശ്നം എന്നുള്ള കാര്യം പറയുക. അവർ നമ്മളെയാണ് ഒരു ഗോഡ് ഫാദറായിട്ട് അവിടെ കാണുന്നത്. എന്ത് വന്നിരുന്നാലും ടീച്ചർ ചോദിക്കും എന്നുള്ള അത്രേ അവർക്ക് അറിയത്തുള്ളൂ. അവർക്കല്ലാതെ ടീച്ചർ ഇന്ന് നല്ല മൂഡിലല്ല, ടീച്ചറിന് ഇന്ന് വയ്യ, അങ്ങനെയൊന്നും അവർ ചിന്തിക്കില്ല, അവർക്കത് അറിയേയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പേഷ്യൻസ് അത് നമ്മൾ ആദ്യ സമയത്തൊക്കെ ഞാൻ ചെല്ലുമ്പോൾ കുട്ടികളിങ്ങനെ അതും ഇതുമൊക്കെ വന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു, എൻ്റെ ദൈവമേ എന്തൊക്കെയാണോ ഇന്ന് ഇനി കേൾക്കേണ്ടത്, എന്തൊക്കെയാണോ ഞാൻ ക്ലാസ്സിൽ ചെന്ന് സോൾവ് ചെയ്യേണ്ടത് എന്നൊക്കെ അന്ന് വിചാരിക്കുമായിരുന്നു. പക്ഷെ പിന്നെ ഗ്രാജുവലി ആകുമ്പോഴത്തേക്ക് മനസ്സിലായി, പെട്ടെന്ന് നമുക്ക് ദേഷ്യം വന്നിട്ടൊന്നും കാര്യമില്ല. ക്ഷമ എന്ത് എന്നുള്ള കാര്യം നമ്മൾ കുട്ടികളിൽ നിന്ന് പഠിക്കും. വെറുതെ അല്ല പണ്ട് പോയിട്ട് പറഞ്ഞേക്കുന്നത് ചൈൽഡ് ഇസ് എ ഫാദർ ഓഫ് മാൻ എന്നുള്ള കാര്യം പറഞ്ഞേക്കുന്നത് വെറുതെ ഒന്നുമല്ല. കുട്ടികളിൽ നിന്ന് തന്നെയാണ് നമ്മൾ പേഷ്യൻസ് പഠിക്കുന്നത്. നമ്മുടെ ക്ഷമ എന്തെന്നുള്ള കാര്യം നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ പേഷ്യൻ്റ് ആയിരിക്കുക, അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് എനിക്ക് വളരെ പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഈ ഒരു ടീച്ചിങ് ഫീൽഡിൽ നിന്നതുകൊണ്ട് ഈ സമൂഹത്തിന് എന്തെങ്കിലും ഒരു മാറ്റം വരണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു പോയിൻ്റാണിത്. ഓക്കെ, അതായത് അവോയ്ഡ് ഹേർട്ടിങ് നിക്നെയിംസ്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം, ഇച്ചിരി തടിയുള്ളയാണെങ്കിൽ തടിച്ചി അല്ലേ, നമ്മൾ അറിയപ്പെടുന്നത് അങ്ങനെയാണ്. ഇനി അതേപോലെ ഇച്ചിരി നിറം ഇരുണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ കറുമ്പി, പിന്നെ വെളുത്തയാണെന്നുണ്ടെങ്കിൽ വെള്ളപ്പാറ്റ, പിന്നെ അതേപോലെ പിന്നെന്താണ് കാലിന് ഇച്ചിരി എന്തെങ്കിലും ഒരു സ്വാധീനക്കുറവുണ്ടെങ്കിൽ മുടന്തൻ, പിന്നെ ഹൈറ്റ് കുറവാണെങ്കിൽ കുള്ളത്തി, ഇങ്ങനെയൊക്കെ ഉള്ള നിക്നെയിംസ് ആക്ച്വലി അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നിങ്ങളോട് തന്നെ ചോദിക്കുക. എനിക്ക് ഈ സമൂഹത്തിനെ തുടച്ച് മാറ്റണം എന്നെനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഹേർട്ടിങ് ആയിട്ടുള്ള നിക്നെയിംസ്. നമ്മളല്ലാതെ ചെല്ലപ്പേരുകൾ, നല്ല രീതിയിലുള്ള ചെല്ലപ്പേരുകളൊക്കെ ആയിക്കോട്ടെ, പക്ഷെ അല്ലാതെ ഇങ്ങനെയുള്ള ഒരാൾക്ക് ഹേർട്ടാവുന്ന രീതിയിലുള്ള എന്തിനാണ് അങ്ങനെ പറയുമ്പോഴായിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക്, ഒരു കാലിന് സ്വാധീനമില്ലാത്ത ഒരാൾക്ക് അയാൾക്കുള്ള കോൺഫിഡൻസ് വെച്ച് ഞാൻ മുന്നോട്ട് ജീവിക്കും എന്ന് വിചാരിക്കുന്ന സമയത്ത് ഈ മറ്റുള്ളവരിങ്ങനെ മൊടന്തി എന്നൊക്കെ വിളിച്ചായിരിക്കാം അവർക്കൊരു പക്ഷേ അവർക്ക് ഒരു ഉൾവലിവ് ഉണ്ടാവുന്നത്. വൈ ഷുഡ് വി ഡു ദാറ്റ്? അവർക്കൊരു പേരില്ലേ, അങ്ങനെ വിളിച്ചുകൂടി. പിന്നെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ വർക്ക് ചെയ്ത സമയത്ത് 2 ടീച്ചേഴ്സ് ഉണ്ട്, ഒരേ പേരാണ് അവരുടേത്. അപ്പോൾ ഒരാൾ നല്ല വെളുത്തിട്ടും ഒരാൾ ഇച്ചിരി ഇരുണ്ടിട്ടുമാണ്. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് രണ്ടുപേരുടെയും സെയിം സബ്ജക്റ്റുമാണ്. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് മറ്റേ വെളുത്ത ടീച്ചർ, മറ്റേ കറുത്ത ടീച്ചർ, അല്ലെങ്കിൽ അതിപ്പോൾ അത് കുട്ടികളിലാണെങ്കിലും എടുക്കാം, ആ വെളുത്ത കുട്ടി, കറുത്ത കുട്ടി, അങ്ങനെയുള്ള അവർക്കൊരു പേരുണ്ടല്ലോ. അവർക്ക് അല്ലെങ്കിൽ രണ്ടുപേരുടെ ഇനിഷ്യൽ ഡിഫറൻ്റ് ആണല്ലോ. അപ്പോൾ ആ ഇന്ന ടീച്ചർ, അല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ എന്താ പറയുക, നമ്മൾ രാധിക എസ് ടീച്ചർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ സയൻസ് ടീച്ചർ ഉണ്ടല്ലോ, അങ്ങനെ പറയാനായിട്ട് നമ്മൾ കുട്ടികളെയും നമ്മൾ പഠിപ്പിക്കുക. അതായത് ഈ ഹേർട്ടിങ് ആയിട്ടുള്ള നിക്നെയിംസ് നമ്മൾ ഒരിക്കലും അത് എൻകറേജ് ചെയ്യരുത്. അങ്ങനെ നമ്മുടെ ക്ലാസ്സിൽ ആരെങ്കിലും പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക.
അതിനൊക്കെ സ്ട്രിക്റ്റായിട്ട് തന്നെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, പേരൻസിനെ വിളിച്ചും ഇൻഫോം ചെയ്തേക്കുക. അതായത് അത്തരം കാര്യങ്ങൾ ഇനിയെങ്കിലും അത്തരം കാര്യങ്ങൾ വരുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും കുട്ടികളോട് പറഞ്ഞ് അങ്ങനെയുള്ള രീതികളൊക്കെ മാറ്റുക. ഈ ഹേർട്ടിംഗ് ആയിട്ടുള്ള നിക്നെയിംസ് ഒക്കെ വിളിച്ച് വെളുമ്പി, കറുമ്പി, തടിയൻ, തടിച്ചി, മൊടന്തൻ, മൊടന്തി ഇങ്ങനെയൊക്കെ ഉള്ള ഈ ഒരു അങ്ങനെയൊക്കെ ഉള്ള എന്താ പറയണ്ടേ നെഗറ്റീവായിട്ടുള്ള, എന്തിനാണ് ഒരാളെ അങ്ങനെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്നത്? അങ്ങനെ നമ്മൾ ചെയ്യാതെ ഇരിക്കുക. ഇൻസ്റ്റഡ് അവർക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെയുള്ളവരെ നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്. അവർക്ക് അവരുടെ ഉള്ളിൽ ഒരു ഈഗോ ഉണ്ടാക്കി കൊടുക്കുക അല്ല ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഹേർട്ടിംഗ് ആയിട്ടുള്ള നിക്നെയിംസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളും അത് യൂസ് ചെയ്യരുത്. നമ്മുടെ കുട്ടികളോടും അത് പറഞ്ഞ് സ്ട്രിക്റ്റായിട്ട് തന്നെ വിലക്കുക കേട്ടോ. അത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഈ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഈ വീഡിയോ കാണുന്ന ഓരോ ആൾക്കാരുടെയും ചിന്താഗതി അനുസരിച്ചിരിക്കും. എനിക്ക് അത് പേഴ്സണലി തെറ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞ് എന്തിനാണ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടുമില്ല. ഇത്രയും വർഷത്തിനിടയ്ക്കും ഞാൻ ഒരു മനുഷ്യരെയും അങ്ങനെ നെഗറ്റീവായിട്ട് പേര് പറഞ്ഞ് നിക്നെയിം ഇട്ട് ഞാൻ വിളിച്ചിട്ടില്ല. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള നമ്മൾ ചിലപ്പോൾ അല്ലാതെയുള്ള ചെല്ലപ്പേരുകളൊക്കെ പറയുമല്ലോ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ഇങ്ങനെയുള്ള ഈ എന്താ പറയട്ടെ ബോഡി ഷേമിങ് പോലെയുള്ള വേർഡ്സ് ഒന്നും നിക്നെയിംസ് ഒന്നും യൂസ് ചെയ്യാതെ ഇരിക്കുക. അതായിരിക്കും എപ്പോഴും ബെറ്റർ. അപ്പം നമ്മളും യൂസ് ചെയ്യാതെ ഇരിക്കാൻ നോക്കുക. നമ്മുടെ ക്ലാസ്സിൽ ഇനി അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഷോ എംപത്തിയാണ്. അതായത് അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യങ്ങളില്ല. നമ്മളെ ആസ് എ ടീച്ചർ വി ആർ ദ പാരൻസ്, അല്ലെ, വി ആർ ദ സെക്കൻഡ് പേരൻസ് ആണ്. നമ്മളൊരു ക്ലാസ് ടീച്ചറായി കഴിയുമ്പോൾ നമ്മളാണ് ആ ഒരു കുട്ടികളുടെ ഒരു സെക്കൻഡ് മദർ അല്ലെങ്കിൽ സെക്കൻഡ് പേരൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് ആ കുട്ടികളോട് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. കാരണം എന്ന് വെച്ചിരുന്നാൽ വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് കൂടി പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. അപ്പോൾ എംപത്തി എന്നുള്ള പോയിന്റ് അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അത് ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് ബിൽഡ് കോൺഫിഡൻസ് ആണ്. ഇത് പ്രത്യേകിച്ച് പുതിയ ടീച്ചേഴ്സ് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ക്വാളിറ്റി തന്നെയാണ്. പുതിയ ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും ഏതൊരു പ്രശ്നം വരുമ്പോഴും നമ്മളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് അതാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ബിൽഡ് കോൺഫിഡൻസ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ എല്ലാവരും നമ്മളെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കും എന്ന് വിചാരിക്കുകയേ ചെയ്യരുത്. ഓക്കെ, നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ മുതിർന്നവർ തന്നെയാണ്, പല ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. ചിലർ നമ്മളെ പറഞ്ഞ് ഡൗൺ ആക്കും, ചിലർ നമ്മളെ ഓരോന്നിനെ പിൻ പോയിന്റ് ചെയ്യും, ചിലർ നമ്മളെ പോസിറ്റീവായിട്ടാക്കും. ഓക്കെ, പക്ഷേ എന്തൊക്കെ പറഞ്ഞിരുന്നാലും അൾട്ടിമേറ്റ് നമ്മൾ എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ ഒരു കോൺഫിഡൻസ് എന്തൊക്കെ പറഞ്ഞിരുന്നാലും നമുക്ക് നമ്മളോടുള്ള ഒരു ആത്മവിശ്വാസം അത് കൈവിടാതെ ഇരിക്കുക. ഓക്കെ, നമ്മൾ എന്താണ് പറയേണ്ടത്, എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്, പേടിക്കാൻ നിന്ന് കഴിഞ്ഞിരുന്നാൽ, എന്തെങ്കിലും ഒരു കാര്യത്തെ പേടിക്കാൻ നിന്ന് കഴിഞ്ഞിരുന്നാൽ പേടിപ്പിക്കാനും ഒരുപാട് ആൾക്കാർ വരും. അതങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ന് വന്നിരുന്നാലും നമ്മൾ ഹാൻഡിൽ ചെയ്യും എന്ന് കണ്ടു കഴിഞ്ഞിരുന്നാൽ പിന്നെ കൂടുതൽ ആരും ഒന്നിനും പറയാൻ വരില്ല. ഒന്നും ആരും ഓവറാക്കാനും വരില്ല. നമ്മളോട് ആരും ഒന്നും കൂടുതൽ ഫൈറ്റ് ചെയ്യാനും വരില്ല കേട്ടോ. അതൊക്കെ ഞാൻ കൊളീഗ്സിൻ്റെ ഇടയിലൊക്കെ വരുന്ന കാര്യങ്ങളാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. കുട്ടികളായിട്ടുള്ളതല്ല. കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ അതിലും എളുപ്പമാണ് കേട്ടോ. അപ്പോൾ കൊളീഗ്സുമായിട്ട് വരുന്ന ഇഷ്യൂസിൻ്റെയൊക്കെ അങ്ങനെ എന്തെങ്കിലും വന്നിരുന്നാൽ അപ്പോൾ ഉള്ള കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, പിന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു കാര്യങ്ങൾ നേരെ പോ എന്നുള്ള രീതിയിൽ പോവുക. അൺനെസസറി ആയിട്ടുള്ള ടോക്സിനോ കാര്യങ്ങൾക്കോ ആവശ്യമില്ലാതെയുള്ള ഗോസിപ്സിനോ ഒന്നും പോകാതെ ഇരിക്കുക. ദാറ്റ് ഈസ് ഓൾവേസ് ഫൈൻ. ഓക്കെ, അപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതും കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞു തരുന്നതും കേട്ടോ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇപ്പോൾ ഇത്രയും വർഷത്തിനിടയ്ക്ക് എനിക്ക് ഒരു ടീച്ചേഴ്സുമായിട്ടും ബൈ ഗോഡ്സ് ഗ്രേസ് എനിക്ക് ആരുമായിട്ടും ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മ വന്നിട്ടില്ല. എല്ലാവരുമായിട്ടും കോപ്പറേറ്റീവായിട്ട് നന്നായിട്ട് തന്നെ പോകാൻ പറ്റി. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ആവശ്യമില്ലാതെയുള്ള കാര്യങ്ങളിൽ തലയിടാതെ ഇരിക്കുക. പല കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരിക്കും, അതിനകത്തൊന്നും ചെന്ന് തലയിടാതെ ഇരിക്കുക. ഒരു പ്രൊഫഷണലിസം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക കേട്ടോ. പിന്നെ അടുത്ത ഒരു കാര്യം ഞാൻ പ്രാക്ടീസ് ചെയ്തതും അതേപോലെ വരുന്ന ടീച്ചേഴ്സിന് പറഞ്ഞു കൊടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പ്രാക്ടീസ് ടൈം മാനേജ്മെൻറ്റ് ആൻഡ് പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നത്.
അപ്പോൾ അതായത് ഒരു ടൈം മാനേജ്മെൻറ്റും ഒരു പങ്ക്ച്വാലിറ്റിയും ആസ് എ ടീച്ചർ, ഒരു ടീച്ചറാണെങ്കിലും ഏത് പ്രൊഫഷനിലാണെങ്കിലും അത് വേണ്ട ഒരു ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. നമ്മളാണല്ലോ, ടീച്ചേഴ്സ് ആണല്ലോ മറ്റ് പ്രൊഫഷനിലോട്ടുള്ള കുട്ടികളെ വഴിതിരിച്ച് വിടുന്നത്. അപ്പോൾ നമ്മളും പ്രാക്ടീസ് ചെയ്യണം, കുട്ടികളോടും അതൊന്ന് പറയുക കേട്ടോ. അതായത് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാം ഒരു ടൈമിനകത്ത് ഒതുക്കി നിർത്താൻ, എപ്പോഴും ചില സമയങ്ങളിലൊക്കെ നമുക്കൊന്ന് വീഴ്ച വരാം, പക്ഷേ എന്നിരുന്നാലും എപ്പോഴും അതൊരു ഹാബിറ്റാക്കി മാറ്റരുത്. അതേപോലെ പങ്ക്ച്വാലിറ്റിയും, നമ്മളുടെ സ്കൂളിൻ്റെ സ്റ്റാർട്ടിങ് ടൈം എപ്പോഴാണോ അതിനൊരു 10 minutes മുന്നേ എങ്കിലും നമ്മൾ സ്കൂളിലെത്താനായിട്ട് നോക്കുക. പിന്നെ നമ്മുടെ വർക്ക് സബ്മിഷൻ, നമുക്ക് ഈ ടീച്ചിങ് പഠിപ്പിക്കുന്നത് കൂടാതെ ഒരുപാട് എക്സ്ട്രാ വർക്ക്സ് നമുക്ക് സ്കൂളിൽ കാണും. അതൊക്കെ നമ്മുടെ HOD അടുത്ത് നമ്മുടെ വർക്ക്സ് സബ്മിറ്റ് ചെയ്യാൻ കാണും. അതൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരു ടൈംലി സബ്മിഷൻ. ഓക്കെ, ഇപ്പം ഞാൻ ഇതിന് മുന്നേയും എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അത്ര ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ടീച്ചറാണോ എന്ന് ചോദിച്ചിരുന്നാൽ പാഷനേറ്റ് അല്ല, അത്ര വലിയ പാഷനേറ്റ് ആയിട്ടുള്ള ടീച്ചറൊന്നും അല്ല. പക്ഷേ എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ടീച്ചിങ് ഫീൽഡിലേക്ക് വന്നതും. അതൊക്കെ ഞാൻ ഇതിന് മുന്നേ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും വീഴ്ച വരുത്തിയിട്ടില്ലാത്ത, അതെനിക്ക് എവിടെ വേണമെങ്കിലും കോൺഫിഡൻ്റ് ആയിട്ട് പറയാം, ഞാൻ ഒരിക്കലും വീഴ്ച വരുത്തിയിട്ടില്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഡെഡ് ലൈൻസ് ഞാൻ ഒരിക്കലും ക്രോസ് ചെയ്തിട്ടില്ല. നമുക്ക് ഓരോ വർക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യണമെന്ന് പറയുമ്പോഴും വി ഹാവ് എ ഡെഡ് ലൈൻ അല്ലേ. നമ്മുടെ HOD നമുക്കൊരു വർക്ക് തരുമ്പോൾ നമുക്കൊരു ഡെഡ് ലൈനും കൂടെ വെച്ചിട്ടായിരിക്കും തരുന്നത്. ഐ നെവർ ട്രൈ ടു ക്രോസ് ദാറ്റ് ലിമിറ്റ്. ആ ഒരു ഡെഡ് ലൈൻ ക്രോസ് ചെയ്യുന്നത് എനിക്കിഷ്ടമായിരുന്നില്ല, ഞാനത് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഞാൻ എന്നോട് തന്നെ കാണിക്കുന്ന ഒരു സിൻസിയറിറ്റി ആണോ അങ്ങനെയൊന്നും ചോദിച്ചായിരുന്നു എനിക്കറിയില്ല, പക്ഷേ ഞാനത് ചെയ്തിട്ടില്ല. അപ്പോൾ അത് തന്നെയാണ്. അപ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ എൻ്റെ HOD തന്നെ പറഞ്ഞിട്ടുണ്ട് ഓർഗനൈസ്ഡ് ആണല്ലോ എന്നൊക്കെ മാം എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല, നമ്മളെ എന്തൊക്കെയോ പൊക്കി പറയുന്ന പോലെ എനിക്കെന്തോ ഒരു നാണക്കേട് അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അതൊന്നും പറയണ്ട. അപ്പം ഓർഗനൈസ്ഡ് ആണോ എന്ന് ചോദിച്ചിരുന്നാൽ അങ്ങനെ ഞാൻ ഭയങ്കര പാഷനേറ്റോ ഭയങ്കര ടീച്ചിങ്ങിനോട് ഭയങ്കര അമിതമായ ഇൻട്രസ്റ്റ് തോന്നിയ ആളോ അങ്ങനെയൊന്നും ഒന്നും അല്ല. പക്ഷേ എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമായിരുന്നു. പിന്നെ എൻ്റെ വർക്ക്സിൻ്റെയൊക്കെ കാര്യത്തിൽ അതിപ്പോൾ നിങ്ങളോടായാലും എനിക്ക് പറയാനുള്ളത് ടൈമിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുക കേട്ടോ. ആ ഒരു ഡെഡ് ലൈൻസ് ക്രോസ് ചെയ്യുന്ന ചില ടീച്ചേഴ്സിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, എത്ര പറഞ്ഞാലും സബ്മിറ്റ് ചെയ്യത്തില്ല, ഇങ്ങനെ ഒരു അഴാബുഴ സ്റ്റൈലിൽ. ഒരിക്കലും അങ്ങനെ ആവാതെ ഇരിക്കാൻ നോക്കുക. ഞാനിങ്ങനെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ജസ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നു. പുതിയതായിട്ട് വരുന്ന ടീച്ചേഴ്സിനോട് എനിക്ക് എന്ത് അഡ്വൈസ് കൊടുക്കാൻ പറ്റും, ഇപ്പോൾ എനിക്ക് പേഴ്സണലായിട്ടുമൊക്കെ മെസ്സേജസ് വരാറുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഡെഡ് ലൈൻസ് ഒന്നും ഞാൻ ക്രോസ് ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഡെഡ് ലൈൻസൊക്കെ ക്രോസ് ചെയ്യാതെ വർക്കൊക്കെ ടൈമിന് സബ്മിറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ടേക്ക് പോകാനായിട്ട് നോക്കുക. പിന്നെ ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, അതൊക്കെ നമ്മുടെ ഓരോ സാഹചര്യം അനുസരിച്ചാണ്. പക്ഷെ അതൊരു ഹാബിറ്റാക്കി മാറ്റാതെ ഇരിക്കുക കേട്ടോ. അടുത്ത ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എനിക്ക് പറയാനുള്ളത് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. അൾട്ടിമേറ്റ് അത് തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ പ്രൊഫഷൻ കഴിഞ്ഞു, നമ്മൾ ഡിഫറെൻറ്റ് റോൾസ് ആണ് അല്ലേ നമ്മുടെ ലൈഫിലൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നത്. നമ്മൾ മകളായിട്ടും ടീച്ചറായിട്ടും വൈഫായിട്ടും അമ്മയായിട്ടും അങ്ങനെ ഡിഫറെൻറ്റ് റോൾസ് ആണല്ലോ ഓരോ ലേഡീസും, ജെൻസ് ആണെങ്കിലും ലേഡീസ് ആണെങ്കിലും അവർ ടേക്ക് കെയർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. അതിപ്പോൾ ടീച്ചേഴ്സെന്നല്ല, എല്ലാവരോടും എനിക്ക് ജനറലി പറയാനുള്ളൊരു കാര്യം അതാണ് കേട്ടോ. നമുക്കൊരു പ്രയോറിറ്റി കൊടുക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഐ ലവ് മൈ സെൽഫ്. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് എന്നെ ടേക്ക് കെയർ ചെയ്യാൻ ഞാൻ തന്നെയാണ് ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് കണ്ണെഴുതാൻ ഇഷ്ടമാണ്, പൊട്ട് വെക്കാൻ ഇഷ്ടമാണ്, കമ്മലിടാൻ ഇഷ്ടമാണ്, ഒരുങ്ങാൻ ഇഷ്ടമാണ്, ഡ്രസ്സ് എടുക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇതെല്ലാം എപ്പോഴും ചെയ്തില്ല എന്നുണ്ടെങ്കിലും നമ്മളെ ടേക്ക് കെയർ ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് ബേസിക്കലി പറയാനുള്ളത്. ഇപ്പോൾ നമ്മുടെ പ്രൊഫഷണൽ ടെൻഷൻസ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുമല്ലോ, അത് നമുക്കിഷ്ടമുള്ള കാര്യം എന്താണോ അത് കുറച്ച് നേരം നമുക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. ചിലർക്ക് അത് ഈ പറയും പോലെ ചിലപ്പോൾ ഫുഡ് മേടിച്ച് കഴിക്കുന്നതാവാം, ചിലർക്ക് ചിലപ്പോൾ പടം വരയ്ക്കുന്നതാവാം, ചിലർക്ക് ചിലപ്പോൾ ഒരു മൂവി കാണാൻ പോകുന്നതാവാം, ചിലർക്ക് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഡ്രസ്സ് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെയാണ് എന്നെ ടേക്ക് കെയർ ചെയ്യുന്നത്. കാരണം അത് വേറൊന്നും കൊണ്ടല്ല, നമ്മളെ സ്നേഹിക്കുമ്പോഴും നമുക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴും അല്ലേ നമ്മുടെ മൈൻഡ് ഹാപ്പി ആവുമ്പോഴല്ലേ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിലേക്ക് നമുക്കും ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. നമ്മുടെ മൈൻഡ് ഡൗൺ ആണ്, ഒന്നും പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെന്ന് കൈവെക്കുന്ന കാര്യങ്ങളും എല്ലാം ഡൗണാ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്.
പ്രൊഫഷണൽ ടെൻഷൻ, പ്രൊഫഷണലിസം എല്ലാം വേണം. അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയും കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുക. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് ഒന്നിനെ സമയമില്ല എന്ന്. നമുക്കൊരു ഏതെങ്കിലും ഒരു കാര്യത്തിനോടൊരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണെങ്കിലും അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തും. നമ്മൾ ഭക്ഷണം കഴിക്കാൻ സമയം കണ്ടെത്തുന്നില്ലേ അല്ലേ? അപ്പോൾ അതേപോലെ നമുക്ക് വേണ്ടി കുറച്ച് ടൈം നമ്മൾ തന്നെ സ്പെൻഡ് ചെയ്യുക. നമുക്ക് കൊടുക്കാത്ത പ്രയോറിറ്റി പുറത്തുനിന്ന് ആരും വന്ന് തരാൻ പോകുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ജോലി തിരക്കിനിടയിലാണെങ്കിലും ഒരു 10-15 മിനിറ്റ് നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക. ചിലപ്പോൾ അത് ഷോപ്പിംഗ് ആയിരിക്കാം, ചിലപ്പോൾ ഫുഡ് കഴിക്കുന്നതാവാം, ഇഷ്ടമുള്ളൊരു ഫുഡ് മേടിച്ച് കഴിക്കുന്നതാവാം, ചിലർക്ക് മൂവി പോയി കാണുന്നതാവാം, ഒരു വീക്കെൻഡിൽ ഒരു മൂവിയൊക്കെ കാണുന്നതാവാം, എന്തോ ആയിക്കോട്ടെ. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ അപ്കമിങ് ആയിട്ടുള്ള ടീച്ചേഴ്സിനോട് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളും എനിക്കും ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കേട്ടോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ ഒരു അപ്കമിങ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് പേഴ്സണൽ ഗ്രോത്തിനും പ്രൊഫഷണൽ ഗ്രോത്തിനും എനിക്ക് എൻ്റേതായിട്ടുള്ള ലിമിറ്റഡ് സ്പേസിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ്. ഇതേപോലെ നിങ്ങൾ പാലിക്കണം എന്നൊന്നുമല്ല. അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളാണ്. ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യണോ അക്സെപ്റ്റ് ചെയ്യേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ നമുക്ക് ഈ ഒരു ലൈഫേ ഉള്ളൂ. ദൈവം നമുക്കൊരു ലൈഫ് തന്നിട്ടുണ്ട്. അത് ആർക്കും പാര വെക്കാനും കുതികാലി വെട്ടാനും ആവശ്യമില്ലാതെയുള്ള ഗോസിപ്പിങ്ങിനും ഒന്നും പോവാതെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിച്ച് ആൾക്കാർക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് മുന്നോട്ട് ജീവിക്കാം. ഓക്കെ, ഒരു അൾട്ടിമേറ്റ് എന്താണെന്ന് വെച്ചാൽ രാത്രി മനസ്സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുക എന്നുള്ളതാണ്. മനസ്സമാധാനത്തിനും അപ്പുറം വേറൊരു കാര്യവും ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോയുടെ ലെങ്ത് ഒത്തിരി കൂടി കാണും. അപ്പോൾ എൻ്റെ വീഡിയോസ് യൂസ്ഫുള്ളാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസ് ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുക. എന്നെയും കൂടെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.